നിവേദി ചടങ്ങുകൾ അതിന്റെ ചടങ്ങുകളിലേക്ക് ക്ഷേത്രം കടക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെയാണ് നിവേദ്യ ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുകയാണ്. പക്ഷേ ഒരു വർഷം നീണ്ടു നിന്ന ആ ഒരു ആചരണ സബലീകരണം പലരും പൂർത്തിയാക്കുന്നതോടൊപ്പം തന്നെ ചരിത്ര പുസ്തകമായ ആറ്റുകാൽ പൊങ്കാലയുടെ ഏറ്റവും പുണ്യ നിമിഷം അത് ഇപ്പോൾ നടക്കുകയാണ്. തത്സമയം പ്രേക്ഷകർ ജനം ടിവിയിലൂടെ ഈ ദൃശ്യങ്ങൾ കാണുന്നുമുണ്ട്. പക്ഷേ രാവിലെ 10:30 ആരംഭിച്ച പൊങ്കാല സമർപ്പണം ക്ഷേത്ര തന്ത്രി പകർന്നു നൽകിയ ശ്രീകോവിൽ നിന്നും പകർന്നു നൽകിയ ദീപം, ആ ദീപം വലിയ തിടപ്പള്ളിയിലും ഒപ്പം തന്നെ ക്ഷേത്ര മേൽശാന്തിക്ക് കൈമാറിയ ദീപം വലിയ തിടപ്പള്ളിയിലും ചെറിയ തിടപ്പള്ളിയിലെയും പണ്ടാരടുക്കുകൾക്ക് ശേഷം ക്ഷേത്ര നടപ്പന്തലിൽ തയ്യാറാക്കിയിട്ടുള്ള പച്ചപ്പന്തലിന് സമീപം തയ്യാറാക്കിയിട്ടുള്ള പണ്ടാര അടുക്കിൽ അഗ്നി പകർന്ന പൊങ്കാലയ്ക്ക് തുടക്കം കുറിച്ചിരുന്നു. ഇന്നപ്പോൾ ആ പൊങ്കാല അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. നിവേദി ചടങ്ങുകളാണ് ക്ഷേത്രത്തിന്റെ പ്രധാന കർമ്മികൾ ഒപ്പം തന്നെ പ്രധാന മേൽശാന്തി തന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ സഹമേൽശാന്തിമാരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ നിവേദി ചടങ്ങുകൾ പൂർത്തീകരിക്കുന്ന കാഴ്ചകൾ കൂടിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജനപ്രതിനിധികളുണ്ട്, തിരുവനന്തപുരം നഗരസഭ മേയർ ഉൾപ്പെടെയുള്ളവർ ഈ ഒരു നിവേദി ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കുന്നുണ്ട്. ട്രസ്റ്റ് ഭാരവാഹികൾ ആ ഒരു മംഗളകർമ്മത്തിന്റെ ഭാഗമാകുന്നുണ്ട്. തോറ്റം പാട്ടുകാർ ആ ഒരു മംഗള ചടങ്ങിന്റെ ഭാഗമായി ഒപ്പമുണ്ട്. ഒരുപക്ഷെ മധുര നഗരം ചാമ്പലാക്കി വരുന്ന കണ്ണകിയുടെ കോപം ശമിപ്പിക്കാൻ കരമനയാറിന്റെയും കിള്ളിയാറിന്റെയും സംഗമ സ്ഥാനത്തേക്ക് എത്തുന്ന ദേവിയെ പൊങ്കാലയിട്ട് തലസ്ഥാനത്തെ ഉൾപ്പെടെയുള്ള ഭക്തർ അല്ലെങ്കിൽ അമ്മമാർ അമ്മയെ സമാധാനിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ കരുതുന്നത്. വിശ്വാസം അതാണ്, ഐതിഹ്യം അതാണ്, ചരിത്രം അതാണ്. ആ ചരിത്രത്തിന്റെ ഭാഗമായിട്ടുള്ള പൊങ്കാല അത് 2024 പൊങ്കാല മഹോത്സവം അതിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്തുന്നു. നിവേദി ചടങ്ങുകൾ പൂർത്തീകരിക്കുന്ന കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന. ക്ഷേത്ര ഭാരവാഹികളുണ്ട്, ട്രസ്റ്റിന്റെ ബിഷപ്പ് ഉൾപ്പെടെയുള്ളവരുണ്ട്, ജനപ്രതിനിധികൾ ഇവിടെയുണ്ട്. പക്ഷേ ഒരു കൊല്ലം കാത്തിരുന്ന ആ ഒരു സുവർണ നിമിഷത്തിന് കൂടിയാണ് നമ്മളിപ്പോൾ സാക്ഷ്യം വഹിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ കാണാൻ പോകുന്ന കാഴ്ചകൾ അത് ക്ഷേത്രനട അല്പസമയത്തിനകം തുറക്കും. ക്ഷേത്രനട തുറക്കുമ്പോൾ ക്ഷേത്ര ദർശനമുണ്ട്. തൊട്ടു പിന്നാലെ തന്നെ പലരും മടങ്ങുന്നത്. പക്ഷേ പൊങ്കാല ഇട്ടിട്ടും ഇവിടെ വന്ന് തൊഴാൻ കഴിയാതെ പോയവരൊക്കെ തന്നെ ഇവിടെ വന്ന് ക്ഷേത്ര ദർശനം പൂർത്തീകരിക്കും. മറ്റ് മടക്കയാത്രയ്ക്കുള്ള തിരക്കുകൾ കൂടിയായിരിക്കും ഇനി അനന്തപുരി കാണാൻ പോകുന്നത്. അത്രയധികം ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്, ശ്രീ ഭക്തർ ഇവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും അതിന്റെ ഏറ്റവും പരിസമാപ്തിയിലേക്ക് ക്ഷേത്ര നട അല്ലെങ്കിൽ ക്ഷേത്ര ശ്രീകോവിൽ എത്തിയിരിക്കുകയാണ്. വ്യക്തി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനി നമ്മൾ കാണാൻ പോകുന്നത് മറ്റ് പ്രധാനപ്പെട്ട ചടങ്ങുകളാണ്. ഇനി കടക്കാൻ പോകുന്ന ദീപാരാധനയാണ്. ഈ ഒരു ദീപാരാധന ചടങ്ങ് ക്ഷേത്ര ശ്രീകോവിലിൽ നടക്കും. ആ ദീപാരാധനയ്ക്ക് ശേഷം 3 മണിയോടുകൂടി ഉഷ ശ്രീബലിയും ഉച്ചശ്രീബലിയും ക്ഷേത്രത്തിൽ നടക്കും. അതിനുശേഷം 6:45 ദീപാരാധന. ആ ദീപാരാധനയ്ക്ക് ശേഷം 7:30 ക്ഷേത്രത്തിൽ കുത്തിയോട്ടം ആരംഭിക്കും. കുത്തിയോട്ടത്തിന്റെ ഭാഗമായിട്ടുള്ള ചൂരൽകുത്ത ക്ഷേത്രത്തിൽ ആരംഭിക്കുകയും ചെയ്യും. രാത്രി 11 മണിയോടുകൂടിയാണ് ദേവി ക്ഷേത്രത്തിൽ നിന്ന് പുറത്തെഴുന്നള്ളത്ത് നടത്തുന്നത്. പക്ഷേ പൊങ്കാലയ്ക്ക് ശേഷം ഭക്തരെല്ലാം കാത്തിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങിന് കൂടിയാണ് ഇന്ന് രാത്രി അല്ലെങ്കിൽ ഏറെ വൈകി രാത്രി 11 മണിക്ക് നമ്മൾ സാക്ഷി വഹിക്കാൻ പോകുന്നത്. ദേവിയുടെ പുറത്തെഴുന്നള്ളത്ത് സഹോദരനെ കാണാൻ മണക്കാട് ശാസ്താ ക്ഷേത്രത്തിലേക്ക് ദേവി പോകുന്ന കാഴ്ചകൾ ആയിരിക്കും പിന്നീട് നമ്മൾ കാണുന്നത്. അതിനുശേഷം നമ്മൾ കാണാൻ പോകുന്നത് നാളെ രാവിലെ 8 മണിയോടുകൂടി ദേവിയുടെ തിരിച്ച് എഴുന്നള്ളത്താണ്. അകത്തെഴുന്നള്ളത്ത് നടക്കും. അതിനുശേഷം ഔദ്യോഗികമായി ക്ഷേത്രത്തിലെ ഉത്സവങ്ങൾക്ക് പരിസമാപ്തി കുറിച്ചുകൊണ്ടുള്ള ചടങ്ങുകൾ തുടക്കം കുറിക്കുകയും ചെയ്യും. എന്തായാലും നാളെ വൈകിട്ടോടുകൂടിയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ചടങ്ങുകളൊക്കെ തന്നെ പൂർത്തീകരിച്ച് 10 ദിവസം നീണ്ടു നിന്ന പൊങ്കാല മഹോത്സവത്തിന് പരിസമാപ്തി കുറിക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ ഉത്സവത്തിന് നാളെ കാപ്പഴിച്ച് ദേവിയുടെ കാപ്പഴിച്ച് ചടങ്ങുകൾ പൂർത്തീകരിക്കുന്നതോടുകൂടി എല്ലാ രീതിയിലുള്ള ചടങ്ങുകളും പൂർത്തിയാകും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അത്തരത്തിൽ വിപുലമായ ചടങ്ങുകളോടെ സമാധാനത്തോടെ സന്തോഷത്തോടെ ഒരു പൊങ്കാല മഹോത്സവം കൂടി നാളെ അവസാനിക്കുകയാണ്. എന്തായാലും അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം പൊങ്കാല ദിവസത്തിന് അല്ലെങ്കിൽ പൊങ്കാലയ്ക്ക് ആറ്റുകാൽ ക്ഷേത്ര നടയിൽ പരിസമാപ്തി കുറിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ക്ഷേത്ര ട്രസ്റ്റ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ഇതിന്റെ ഒരു ഔദ്യോഗിക കാര്യങ്ങൾ ഒരുപക്ഷെ അല്പസമയത്തിനകം നമ്മുടെ പ്രതിനിധി എസ്.പിയോട് പ്രതികരിക്കും എന്നുള്ളതാണ്. കാരണം ഇത്രയധികം ഒരു കുറ്റമറ്റ രീതിയിൽ പൊങ്കാല നടത്തിയതിന്റെയും ഒപ്പം തന്നെ അതിന്റെ ഒരു സന്തോഷവും ആത്മവിശ്വാസവും ഒക്കെ കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ നമ്മളോട് അവർ പങ്കുവെച്ചതാണ്. നിവേദ്യം ആ ഒരു മുഹൂർത്തമായിരിക്കുന്നു എന്നുള്ളതാണ്. ഹെലികോപ്റ്ററിൽ പുഷ്പവൃഷ്ടി നടത്തുന്നു എന്നുള്ളതാണ്. ശാലിനി, എന്തായാലും നിവേദ്യം അങ്ങനെ ഈ വർഷത്തെ പൊങ്കാല ശാലിനി പറഞ്ഞതുപോലെയാണ് കുറ്റമറ്റ രീതിയിൽ അത് പൂർത്തീകരിച്ചു എന്നുള്ള വലിയൊരു
സമാധാനവും സന്തോഷവും ഇതുമായി ബന്ധപ്പെട്ട ക്ഷേത്രം ട്രസ്റ്റ് അതിൻ്റെ ബന്ധപ്പെട്ട ഭാരവാഹികൾക്കും ഉണ്ടായിരിക്കുമല്ലോ. എന്തായാലും ദീർഘദൂര സർവീസുകളും ഒപ്പം തന്നെ ജില്ലയ്ക്കകത്തെ സർവീസുകൾ ഉൾപ്പെടെ ഏതാണ്ട് 500 സർവീസുകൾ KSRTC സജ്ജീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. വിവരങ്ങൾ നൽകാൻ ടിൻറ്റുവും മിഥുൻ മുരളി കൂടി ചേരുന്നുണ്ട്. ആദ്യം ടിൻറ്റുവിലേക്കാണ്. ടിൻറ്റു, ഈ പെട്ടെന്നുള്ള മടക്കത്തിനുള്ള സൗകര്യത്തിന് അല്ലെങ്കിൽ ഒരുപക്ഷെ താമസിച്ചു വന്നവരൊക്കെ ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെ ചുറ്റളവിൽ പൊങ്കാല അടുപ്പുകൾ കൂട്ടാൻ സാധിക്കാത്തവരൊക്കെ തന്നെ കിഴക്കേക്കോട്ടയിലും ഒപ്പം തന്നെ തമ്പാനൂരിലും ഒക്കെ ആയിട്ടാണ് അടുപ്പുകൾ കൂട്ടിയത്. അവർക്ക് മടക്കയാത്രയ്ക്കുള്ള സൗകര്യം എത്രയും പെട്ടെന്ന് ലഭ്യമാവുക എന്നുള്ളതാണ്. ബസ്സുകളൊക്കെ തയ്യാറാണോ? എല്ലാവരും മടക്കയാത്രയ്ക്കുള്ള ഒരുക്കങ്ങളിൽ തന്നെയാണോ? വിവരങ്ങൾ എന്താണ്? ലക്ഷ്മി, പൊങ്കാല നിവേദ്യം കഴിഞ്ഞിരിക്കുകയാണ്. ലക്ഷ്മിക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കിഴക്കേക്കോട്ടയിൽ ഒരു വലിയ ബസ്സിന്റെ നിര തന്നെ ഉണ്ട്. അതായത് ജില്ലയിലെ വിവിധ ഇടങ്ങളിലേക്ക് പോകാനുള്ള ബസ് അതേത് ക്രമമായി വന്ന് കിടപ്പുണ്ട്. ഈ ഭക്തജനങ്ങൾക്ക് പൊങ്കാല നിവേദ്യം നൽകിയതിനു ശേഷം അല്ലെങ്കിൽ നിവേദ്യം അർപ്പിച്ചതിന് ശേഷം ഈ ബസ്സിലേക്ക് വന്ന് നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. ഈ നിരനിരയായി ബസ്സുകൾ വന്ന് കിടപ്പുണ്ട്. ആവശ്യത്തിനനുസരിച്ചുള്ള ബസ് ഭക്തർക്ക് പൊങ്കാല അർപ്പിച്ചതിന് ശേഷം ആ ബസ്സുകളിൽ കയറി പോകാനുള്ള സൗകര്യമാണ് ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളത്. കിഴക്കേക്കോട്ടയ്ക്ക് അകത്ത് നിന്നും, അതായത് സിറ്റി ഫാസ്റ്റ് ബസ്സുകളെല്ലാം പടിഞ്ഞാറേക്കോട്ട വഴി കിഴക്കേക്കോട്ടയുടെ മുൻവശത്തു കൂടിയാണ് പാസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് നിന്നും തിരുവനന്തപുരം സിറ്റിയിൽ നിന്നും മറ്റ് സിറ്റികളിലേക്കുള്ള ബസ്, അതായത് കഴക്കൂട്ടം തുടങ്ങിയ സിറ്റി മേഖലകളിലേക്കുള്ള സിറ്റി സർവീസുകൾ, ഇലക്ട്രിക് ബസ്സുകളും ഉണ്ട്. ഈ ബസ്സുകൾ ഓരോ സർക്കുലറുകളായിട്ടാണ്. ആ ബസ്സുകൾ അതേ രീതിയിൽ വന്ന് ഈ കിഴക്കേക്കോട്ടയ്ക്ക് ഫ്രണ്ടിൽ കിടപ്പുണ്ട്. അതോടൊപ്പം തന്നെ KSRTCയുടെ LS സർവീസുകൾ, അതോടൊപ്പം തന്നെ KSRTCയുടെ ഷട്ടിൽ സർവീസുകൾ ഇവയെല്ലാം ക്രമാനുസരണം വന്ന് കിടപ്പുണ്ട്. ഏതാണ്ട് 500-ലധികം ബസ്സുകളാണ് തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് മാത്രം വിവിധ ഇടങ്ങളിലേക്ക്, അല്ലെങ്കിൽ തിരുവനന്തപുരം സിറ്റിയിൽ നിന്ന് മാത്രം വിവിധ ഇടങ്ങളിലേക്ക് അനുവദിച്ചിട്ടുള്ളത്. സിറ്റി ഷട്ടിൽ ബസ് തിരുവനന്തപുരം സിറ്റിയിൽ നിന്നും ദൂര സർവീസുകളിലേക്കാണ്. അതായത് ഏതാണ്ട് നെയ്യാറ്റിങ്കര, ആറ്റിങ്ങൽ തുടങ്ങിയ കിളിമാനൂർ മേഖലകളിലേക്കാണ്. ഇതിൻ്റെ KSRTCയുടെ സ്വിഫ്റ്റ്, അതായത് ഇലക്ട്രിക് ബസ് അടുത്തുള്ള സർവീസുകളിലേക്കും LS ഓർഡിനറി വേണാട് മറ്റ് റൂറൽ സർവീസുകളിലേക്കുമാണ് അനുവദിച്ചിട്ടുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രാത്രി 8 മണി വരെയാണ് സിറ്റിയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഈ 8 മണി വരെ ഹെവി വെഹിക്കിൾസ്, അതായത് ചരക്ക് കൊണ്ടുപോകുന്ന വാഹനങ്ങൾ സിറ്റിയിൽ പ്രവേശിക്കാൻ അനുവദിക്കില്ല എന്ന് കഴിഞ്ഞ ദിവസം തന്നെ ഗതാഗത വകുപ്പിന്റെ ഭാഗത്തു നിന്നും മോട്ടോർ വാഹന വകുപ്പിന്റെ ഭാഗത്തു നിന്നും നിർദ്ദേശമുണ്ടായിരുന്നു. ആ നിർദ്ദേശം അനുസരിച്ച് തന്നെയാണ് സിറ്റിയിലേക്കും MG റോഡിലോട്ടും MC റോഡിലോട്ടും ചരക്ക് വരുന്ന വാഹനങ്ങൾ കടത്തിവിടില്ല. ഏതാണ്ട് 8 മണിക്ക് ശേഷം മാത്രമേ ഇത്തരത്തിലുള്ള വാഹനങ്ങൾ കടത്തിവിടുകയുള്ളൂ. കിഴക്കേക്കോട്ടയ്ക്ക് ഉൾവശത്തുള്ള, അതായത് കോട്ടയ്ക്കകത്ത് പൊങ്കാലയിട്ട പൊങ്കാലകളെല്ലാം നിവേദ്യം നടത്തി കഴിഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ നേദ്യം നടത്തി കഴിഞ്ഞിരിക്കുന്നു. അവിടെ പൊങ്കാല അർപ്പിച്ചവരാണ് ഇപ്പൊ ബസ്സിലേക്ക് തിരക്കിട്ട് കയറുന്ന കാഴ്ച നമ്മൾ കാണുന്നത്. നേരത്തെ ഏതാണ്ട് 500 സർവീസുകളാണ് ദീർഘദൂര സർവീസുകൾ, ഒപ്പം തന്നെ സിറ്റി സർവീസുകൾ ഉൾപ്പെടെ അനുവദിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ ഇന്ത്യൻ റെയിൽവേയും സ്പെഷ്യൽ സർവീസ്, ആറ്റുകാൽ സ്പെഷ്യൽ സർവീസ് നടത്തുന്നുണ്ട്. വലിയ തിരക്കാണ് തമ്പാനൂരും അനുഭവപ്പെടുന്നത്, സെൻട്രൽ സ്റ്റേഷനിലും അനുഭവപ്പെടുന്നത് എന്ന് മനസ്സിലാകുന്നു.